നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 9-ാം ഭാവത്തെക്കുറിച്ചാണ്. 9-ാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലസൂചനകളും അതിൻ്റെ പൂർവജന്മ പ്രാരാബ്ധങ്ങളും അതിന് ഈ ജന്മം എങ്ങനെ മനോഹരമായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ചർച്ചാ വിഷയങ്ങൾ. പ്രസൻറ്റിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. പ്രസൻറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. പ്രസൻറ്റിനെ നിശ്ചയിച്ചിരിക്കുന്നത് പാസ്റ്റും. നമ്മുടെ ഈ ജനിച്ച മുതലുള്ള എല്ലാ കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജന്മത്തിന് കാരണമായ വിഷയങ്ങൾ, നമ്മുടെ DNA, നമ്മുടെ പൂർവികമായിട്ടുള്ള ആൻസിസ്റ്റേഴ്സ് വഴി വരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ശരീരത്തെയും അതുപോലെ തന്നെ ആത്മാവിനെയും പലതരത്തിൽ സ്വാധീനിക്കും. ഞാൻ പല വിഷയങ്ങളും പല രീതിയിൽ പല വീഡിയോസിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ബുധൻ 9 നിന്നാലുള്ള ഫലമാണ്. ബുദ്ധി, വാക്ക്, വിദ്യ, വിശകലന പാടവം, കച്ചവടം, ആശയവിനിമയം, വൈശ്യത്വം എന്നിവ ഉള്ള ബുധൻ, ചന്ദ്രപുത്രനായിരിക്കുന്ന ബുധനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പം നമുക്ക് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ധർമ്മം, ഭാഗ്യം, പിതാവ്, ഉന്നത വിദ്യാഭ്യാസം, ആത്മീയത, ദീർഘദൂര യാത്രകൾ, 2ാം വിവാഹം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന ധർമ്മസ്ഥാനം അല്ലെങ്കിൽ പുണ്യഭാവമാണ് 9-ാം ഭാവം. 9-ാം ഭാവത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാരകത്വം അല്ലെങ്കിൽ 9-ാം ഭാവത്തിന് പറയുന്നൊരു കാരക വിഷയം എന്ന് പറയുന്നത് ഭാഗ്യമാണ്. നേച്ചറിൻ്റെ സപ്പോർട്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് പീപ്പിൾ അല്ലെ റൈറ്റ് സറൗണ്ടിങ്സ് എല്ലാം കൂടെ ചേർന്ന് നമുക്ക് നടന്നു വരുമ്പം നമ്മൾ പറയാം ഇറ്റ്സ് ലക്ക്. അതാണ് 9-ാം ഭാവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പം ബുധൻ നിൽക്കുന്നത് പൊതുവെ ശുഭകരമായിട്ടുള്ളൊരവസ്ഥയായിട്ടാണ് 9-ാം ഭാവത്തിൽ പൊതുവെ പറയുന്നത്. എങ്കിലും രാശിസ്ഥിതിയും മറ്റ് ദൃഷ്ടിയുടെയും അനുസരിച്ച് ഇതിന് ഗുണദോഷ വിഷയങ്ങൾ വരാം. അതുപോലെ തന്നെ 9-ാം ഭാവത്തിൻ്റെ കാരകനായിരിക്കുന്ന വ്യാഴവും എന്നാൽ അവിടെ നിൽക്കുന്ന ബുധനും തമ്മിൽ ബുധന് വലിയ ചേർച്ചക്കുറവൊന്നുമില്ല വ്യാഴത്തിനോടെങ്കിലും വ്യാഴത്തിന് തിരിച്ച് ബുധനോട് അത്ര വലിയ സ്നേഹമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഗുണഫലങ്ങളെക്കുറിച്ച് നോക്കാം. ഒന്നാമത്തത് ഉന്നത വിദ്യാഭ്യാസവും ഗവേഷണ താല്പര്യവുമാണ്. ഇവർക്ക് പഠനത്തിൽ അപാരമായിട്ടുള്ള ഗ്രഹണശേഷി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു കഴിവ്, ഒരു കാൽക്കുലേറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കും. സെക്കൻഡ് ഓർഡർ നോളജ് സക്സസ്ഫുള്ളായിട്ട് വരണമെങ്കിൽ, അതിനെ കൃത്യസമയത്ത് കൊണ്ടുവരണമെങ്കിൽ ബുധനും രവിയും അനുഗ്രഹിക്കണം. അതാണ് ഏറ്റവും വലിയ നൈപുണ്യം എന്ന് പറയുന്നത്. അതായത് വാഗ്വാദങ്ങളിലും അതുപോലെ തന്നെ ആൾക്കാരെ കൺവിൻസ് ചെയ്യാനും ഒക്കെ ബുധൻ അനുഗ്രഹിക്കണം. മാർക്കറ്റിങ്ങിനും സെയിൽസിനുമൊക്കെ പോകുന്നവർ ബുധൻ്റെ അനുഗ്രഹം കൊണ്ടാണ് സക്സസ്ഫുൾ ആവുന്നത്. അതുപോലെ എല്ലാത്തിൻ്റെയും വീക്ക്നെസ്സുകൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പെരുമാറാനുള്ള കഴിവും സാഹചര്യങ്ങൾക്കനുസരിച്ച് ട്രാൻസ്ഫോം ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ ബുധനാണ്. അപ്പോൾ ബുധൻ 9-ൽ നിൽക്കുമ്പോൾ ഇവർക്ക് അപാരമായിട്ടുള്ള ഗ്രഹണശേഷി, ഗ്രഹിച്ചെടുക്കാനുള്ളൊരു ശേഷി ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉന്നത പഠനത്തിലും ഗവേഷണങ്ങളിലുമൊക്കെ വൻ വിജയങ്ങൾ നേടുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ ഗ്രന്ഥരചനാശേഷി, ശാസ്ത്രങ്ങൾ, ആത്മീയ തത്വചിന്തകൾ, പുരാതന ഗ്രന്ഥങ്ങൾ എന്നിവയെ ആഴത്തിൽ പഠിക്കുകയും ലേഖനങ്ങളോ പുസ്തകങ്ങളോ എഴുതാനുള്ള കഴിവുകൾ വരികയും ചെയ്യും. അതായത് വ്യാഴം അനുഗ്രഹിക്കുമ്പോഴാണ് പുതിയൊരു സാധനം കൊണ്ടുവരുന്നത്. വ്യാഴം അനുഗ്രഹിക്കുമ്പോഴാണ് പുതിയൊരു സാധനം വരുന്നത്. എന്നാൽ ബുധൻ അനുഗ്രഹിക്കുമ്പോൾ എന്ന് പറയുന്നത്, ഇപ്പം ഷേക്സ്പിയർ എഴുതിയ ഒരു സാധനത്തിനെ ഏറ്റവും മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കുന്നത് അത് ബുധൻ അനുഗ്രഹിക്കുന്നതാണ്. ഭൗതികപരമായിട്ടുള്ള കച്ചവട താല്പര്യങ്ങളല്ല പുസ്തകം വിറ്റുപോകാൻ വേണ്ടിയിട്ട് എഴുതുന്നത് അങ്ങനെ. എന്നാൽ വ്യാസഭഗവാൻ മഹാഭാരതം രചിക്കുന്നത് അങ്ങനെയൊന്നുമില്ല, അതങ്ങ് ചെയ്യുന്നതാണ്. അത് ജ്ഞാനമാണ്. വരാഹമിഹിരൻ ഹോരാശാസ്ത്രം എഴുതുന്നത് അങ്ങനെ വരുന്നത് ജ്ഞാനം, വ്യാഴത്തിൻ്റെ കാരകത്വവും. എന്നാൽ അതിന് ഇന്നത്തെ കാലത്തിൻ്റെ രീതിയിൽ നമുക്ക് ഓരോ ചെറിയ ചെറിയ വിഷയങ്ങൾക്കനുസരിച്ച് ആ ട്രെൻഡിങ്ങിനനുസരിച്ച് ഒരു സാധനം എഴുതുന്നത് ശാസ്ത്രങ്ങളും മോഡേൺ സയൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ്,
ആത്മീയ തത്വചിന്തകൾ, പുരാതന ഗ്രന്ഥങ്ങൾ, ആ ഒരു ട്രെൻഡിന്, ഒരു കാലഘട്ടത്തിൽ മാത്രം നിൽക്കുന്ന കാര്യങ്ങൾ, ലേഖനങ്ങൾ, പുസ്തകങ്ങൾ, ഇതെല്ലാം എഴുതാനുള്ളൊരു കഴിവും അനുഗ്രഹവും വരും. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സാമർഥ്യമാണ്. സ്പീച്ചിനുള്ള ഒരു എലഗൻസി, ഒരു സൗന്ദര്യമുള്ള വർത്തമാനം എന്നൊക്കെ വേണേൽ പറയാം. തങ്ങളുടെ ആശയം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തമായി അവതരിപ്പിക്കാനുള്ള കഴിവ്, അതിവരുടെ ഒരു കഴിവാണത്. അതായത് ആശയങ്ങളെ മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളിൻ്റെ നിലവാരമനുസരിച്ച് അതിനെ ഉദാഹരണ സഹിതം പറഞ്ഞ് അവതരിപ്പിക്കുക എന്നുള്ള കഴിവ്. മികച്ച അധ്യാപകർ, ഉപദേശകർ, എന്തെങ്കിലുമൊക്കെ വിഷയത്തിൻ്റെ കൺസൾട്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നവർ, ജ്യോതിഷികൾ, കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, ശനിയുടെയൊക്കെ ഒരു ബന്ധവും കൂടെ ഒക്കെ വന്നാൽ ലോയർ, അങ്ങനെയൊക്കെ വരാം. നാവ് കൊണ്ട് ജീവിക്കുക എന്ന് തന്നെ നമ്മൾ പറയും. വേണമെങ്കിൽ ഐ ടിയിൽ അങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ സക്സസ് ആവാം. ഒക്കെ ഒരു വലിയ വിശദമായിട്ടുള്ളൊരു പഠനം ഇതിനകത്ത് വേണം. പക്ഷേ ബുധൻ്റെ കാരകത്വത്തിലുള്ള വിഷയങ്ങളിലുള്ള ഭാഗ്യം വരും എന്നുള്ളത് ആണ് മെയിൻ. അപ്പോൾ ബുധൻ്റെ കാരകത്വത്തിലുള്ള വിഷയം എന്താണ്? കാരക വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ വീഡിയോസ് പോയി കണ്ട് അത് പഠിക്കുക. വേറെ മറ്റ് ഗ്രന്ഥങ്ങൾ ഇപ്പോൾ ഇഷ്ടം പോലെ, ഇപ്പം AI ഒക്കെ വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുധൻ്റെ കാരകത്വം എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിനകത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ അതിന് താഴെ ജെമിനി കൊണ്ടുതരാം അതിൻ്റെ കാരകത്തിൽ നിന്ന്. അപ്പോൾ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഉള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നിങ്ങൾ ChatGPT അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുക. പക്ഷേ അതിനെ മാത്രം പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്. ഇവർ പറ്റിക്കും. കാരണം അതൊരു AI ആണ്. അതിന് പറ്റിക്കാനുള്ള കഴിവ് അറിയില്ല. അതിന് പലതും ചിലതറിയാം, ചിലതറിയില്ല. ചിലപ്പോൾ അവൻ കൺഫ്യൂസ്ഡ് ആക്കിക്കളയും. അപ്പോൾ എന്ത് ചെയ്യണം? സ്ക്രിപ്ച്വേഴ്സ് കുറച്ച് വായിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ടെക്സ്റ്റുകൾ വായിച്ചിട്ട് അത് കുറച്ച് മതി. അത് വായിച്ചിട്ട് വീണ്ടും വീണ്ടും മനനം ചെയ്ത് അതറിയാം എന്ന് വെച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ അതിനെ ഉപയോഗിക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കണം. അപ്പം വരാഹമിഹിരൻ്റെ ഹോര ഞാൻ വായിച്ചു, എനിക്കതിൽ എന്തൊക്കെ ഉണ്ടെന്നറിയാം എന്നുള്ളതിനേക്കാളുപരി അറിയുന്ന കാര്യങ്ങളെ ഉപയോഗിക്കാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത് 9ാം ഭാവത്തിൽ ബുധൻ നിന്നാലുള്ളൊരു ഭാഗ്യം എന്ന് പറയുന്നത്, 9ാം ഭാവം പൊതുവേ യാത്രകൾ, വിദേശ യാത്രകൾ, ദൂരയാത്രകളൊക്കെ ആണല്ലോ. അപ്പം അക്കാദമിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ല ബിസിനസ്സിന് വേണ്ടിയോ ദീർഘയാത്രകളും വിദേശ ബന്ധങ്ങൾ വഴി ഇവർക്ക് വലിയ പ്രശസ്തിയും ധനനേട്ടവും ഉണ്ടാവാനുള്ള യോഗം ഉണ്ട് എന്നുള്ളതാണ്. ഇനി നീതിപൂർവമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കും, ബലവാനായി പാപബന്ധമില്ലാതെ ബുധൻ്റെ നക്ഷത്രത്തിലോ വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിലോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സ്വസ്ഥമായിട്ട് നിൽക്കുകയാണെങ്കിൽ നീതിപൂർവമായ ജീവിതം നയിക്കാൻ ഇവർ ആഗ്രഹിക്കും. മറ്റുള്ളവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ വിദ്യ ദാനം ചെയ്യുന്നതിൽ ഇവർ ആനന്ദം കണ്ടെത്തുകയും അതുവഴി ഇവർക്ക് ലക്ക്, ദൈവാനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനിയും ബുധൻ മോശമായാൽ എന്തൊക്കെയാണ് ഫലം എന്നുള്ളത് നോക്കാം. ഗുണഫലങ്ങൾ മാത്രമല്ലല്ലോ, 9ൽ ബുധൻ മോശമായി നിന്നാൽ മോശഫലങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കാം. ബുധൻ ആരുടെ കൂടെ നിൽക്കുന്നോ അവരുടെ സ്വഭാവമാണ്. ഒരു നപുംസഗ്രഹമാണ്. അതായത് ഈ ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈവത്യുപപദ്ധ്യത ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരന്തപ എന്ന് ഭഗവത്ഗീതയിൽ അർജുനനെ ചീത്ത വിളിക്കുന്നൊരവസ്ഥയാണ്. അർജുനൻ 2ാം അധ്യായത്തിൽ വിഷാദ രോഗം കൊണ്ടിങ്ങനെ പലതും ഇങ്ങനെ പറയാം. അപ്പം ലോജിക്കലി ഓരോന്ന് ചിന്തിച്ച് നമ്മുടെ ബ്രെയിനിൽ എടുത്തു വെച്ചിരിക്കുന്ന അറിവുകൾ വെച്ചിട്ട് ലോജിക്കലി ഒരുപാട് കാര്യങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കും. അത് ഹൃദയ ദൗർബല്യം കൊണ്ട്. അപ്പം ഹൃദയ ദൗർബല്യം, ക്ലൈബ്യം, അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റ് ഉള്ളിലുണ്ടാവും എന്നുള്ളതാണ്. 9ൽ ബുധൻ നിൽക്കുന്നവർക്ക് ആ 9ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബുധൻ ഏത് ഭാവത്തിൽ നിന്നാലും ആ ഭാവം ഒച്ചിരി പാപബന്ധമുണ്ടെങ്കിൽ ബുധൻ്റെ കൂടെ നിൽക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു പാപഗ്രഹം ബലവാനായ രവിയാണ്. അത് നിപുണയോഗം, ആ ഭാവത്തിന് നൈപുണ്യം ഉണ്ടാവും. അതൊഴിച്ചാൽ പാപബന്ധം വന്നാൽ ബുധൻ അവരുടെ സ്വഭാവം കുറേ കാണിക്കും. അപ്പം അതിൽ ഒന്നാമത്തേത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും എപ്പോഴും. ആ ഒരു
യുക്തിയും ഓവറായിട്ടുള്ള യുക്തി അത് അയുക്തിയാണ്, യുക്തിയില്ലായ്മയാണ്. എന്തും ഓവറായാൽ അധികമായാലും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നാമത്തേത് എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ വളരെ എവിഡൻ്റായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യം പറയാം. പിതാവുമായിട്ടുള്ള ആശയവിനിമയത്തിലെ വിടവാണ് ഒന്നാമത്തേത്. 9ാം ഭാവം പിതാവിനെ കണക്കാക്കുന്നതിനാൽ ബുധൻ ദോഷപ്പെട്ട് മോശപ്പെട്ട് നിന്നാൽ, പാപബന്ധത്തോടുകൂടി, പാപമധ്യസ്ഥയോടുകൂടി, പാപയോഗത്തോടുകൂടി, പാപദൃഷ്ടിയോടുകൂടിയൊക്കെ നിന്നാൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അച്ഛനുമായിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതായത് ആശയവിനിമയത്തിലെ കടുത്ത ഭിന്നതകൾ വരും. വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാം. അമിതമായിട്ടുള്ള സംശയപ്രകൃതിയാണ് രണ്ടാമത്തത്. അതായത് ഓവർലി ഒരു അനലൈസ് ചെയ്യാനുള്ളൊരു രീതി, ഓവറായിട്ട് ആവശ്യത്തിന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്, അത് യുക്തിയാണ്. പക്ഷേ ഓവർ ലോജിക്കും ഓവർ ഐക്യവും കാരണം എല്ലാത്തിലും ഇപ്പോഴാണ് ശരി, ഇതാണ് സയൻറ്റിഫിക്, ഇത് മാത്രമാണ് ശരി. ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ജീവിച്ചു വന്ന മനുഷ്യന്മാരെല്ലാം മന്ദബുദ്ധികളും ഇപ്പം ജീവിക്കുന്ന നമ്മൾ മാത്രമാണ് ശരിയെന്നും നമ്മൾ മാത്രമാണ് യുക്തിയെന്നും നമ്മളുടെ ശരിയാണെന്നും ബാക്കിയുള്ളവരല്ലാത്തവർ സ്വസ്ഥമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ചിന്താധാരകളിലൂടെ ശരിയാവാൻ ശ്രമിച്ചാലും അവരോടെല്ലാം പുച്ഛവും ആത്മീയതയിലോ പരമ്പരാഗത തത്വചിന്തകളിലോ അമിതമായിട്ടുള്ള യുക്തിവാദം കാരണം സംശയങ്ങൾ വരികയും മനഃശാന്തി നഷ്ടപ്പെടുത്തുകയും മാത്രമല്ല തൻ്റെ ചിന്താധാരയായിട്ട് ചേരാത്ത ഒരാളെ സംസാരിച്ച് തോപ്പിച്ച് അവർക്ക് മനസമാധാനക്കേടുണ്ടാക്കി എന്തിനോ വേണ്ടി എന്നിട്ട് എന്തൊക്കെയോ പ്രൂവ് ചെയ്യാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. താൻ ആരാണോ എന്തോ ആണോ എന്നിങ്ങനെ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്തിന്? ഇത്രയും കഷ്ടപ്പാട് വേറെ വല്ല കാര്യത്തിൽ ചെയ്താൽ സമാധാനമായിട്ടിരുന്നാൽ പ്രകൃതി തന്നെ വേണ്ട വഴി ഒരുക്കി തരും ജീവിക്കാൻ, മുന്നോട്ട് പോകാൻ. ഒരാൾ നിരീശ്വരവാദിയായിട്ട് ഇരുന്നോട്ടെന്നേ, എന്താ കുഴപ്പം? ഒരാൾ ആത്മീയവാദിയായിട്ട് ഇരുന്നോട്ടെന്നേ, കുഴപ്പം? അയാളെ കൊണ്ട് വേറെ ആർക്കും ഉപദ്രവമില്ലെങ്കിൽ എന്താ പ്രശ്നം? ഈ രണ്ടുപേരും ആത്മീയവാദിയായാലും നിരീശ്വരവാദിയായാലും മറ്റുള്ളവർ ചെയ്യുന്നതിനകത്ത് കയറി ഇടപെടുക, അത് നമ്മൾ ചെയ്യുന്നതാണ് ശരിയെന്ന് പറയുക എന്നുള്ളത് വലിയ പാടാണ്. ശരിക്കും ഭക്തി പ്രസ്ഥാനങ്ങളിലൊക്കെ ഒരുപാട് ശരിക്കും നിരീശ്വരവാദികളെ കൊണ്ടല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല ആധ്യാത്മികർക്കും ശല്യം. ഇപ്പോൾ ഉദാഹരണത്തിന് യോഗ സാധന ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ഈ ഡയറ്റി വർഷിപ്പ് ചെയ്യുന്നവരോടൊക്കെ അങ്ങ് പുച്ഛ, ഇവരെന്തോ മേളിൽ കയറിയിരിക്കുന്നവരാണെന്നൊരു ധാരണയുണ്ട്. അതുപോലെ തന്നെ വേദാന്തം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് തന്ത്രം കൈകാര്യം ചെയ്യുന്നവരോടൊരു പുച്ഛ, തന്ത്രം കൈകാര്യം ചെയ്യുന്ന പല ആൾക്കാർക്കും വേദാന്തികളോടും പുച്ഛ. എല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കൂളുകളാണെന്നും അതിലൂടെ യുക്തമായിട്ട് അത് അവരവരുടെ ബോധമനസ്സിനനുസരിച്ച് വാസനകൾക്കനുസരിച്ചുള്ള ചിത്തത്തിനനുസരിച്ചുള്ള ചേരുന്ന രീതിയിലുള്ള ഒരു സ്കൂള് പലത് പഠിക്കുമ്പം അതിലൊരെണ്ണം തിരഞ്ഞെടുക്കുകയും അതിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വസിദ്ധമായിട്ട് അവന് വേണ്ടത് കിട്ടിക്കോളും എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം, അല്ലെങ്കിൽ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുമോ, നിങ്ങൾക്ക് നിരീശ്വരവാദമാണോ സന്തോഷം ചെയ്യൂ, നിങ്ങൾക്ക് വേദാന്തമാണോ സന്തോഷം ചെയ്യൂ, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്നതാണോ ഇഷ്ടം ചെയ്തോളൂ, അവർ ചെയ്യട്ടെന്നേ, അവരുടെ ജീവിതം അവർ സന്തോഷമായിട്ടിരിക്കട്ടെ. അതിന് പകരം യുക്തിവാദം കൊണ്ടും തത്വചിന്തകൾ കൊണ്ടും അമിതമായിട്ട് മറ്റുള്ളവരെ ഒന്നുമല്ല ഞാൻ എന്തൊരു പലപ്പോഴും നമ്മൾ മിണ്ടാതിരിക്കും പലരുടെയും കാര്യത്തിൽ. പലരും വന്ന് തർക്കിക്കുമ്പം മിണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം മിണ്ടാൻ അറിയാഞ്ഞിട്ടോ പല ആൾക്കാർക്കും, ഇപ്പോൾ എനിക്കറിയാവുന്ന പലരുടെ ഇടയിൽ പല ആചാര്യന്മാരുടെ ഇടയിലൊക്കെ അല്ലെങ്കിൽ നല്ല നോളജ് ഉള്ളവരുടെ അടുത്ത് പലരും വന്നിങ്ങനെ തർക്കിക്കുമ്പം അവർ മിണ്ടാതിരിക്കുന്ന അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഈ മുന്നിലിരിക്കുന്നതിന് ഇത്രത്തോളം ജീവിതാനുഭവമുള്ളൂ, ഇവനെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ എന്നുള്ളൊരു ധാരണയുള്ളതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ട്. അതിപ്പം സ്പിരിച്വലായിട്ട് റിലീജിയസ് ആയിട്ട് പറയുന്ന ആൾക്കാരായാലും വേദം 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 എന്ന് പറഞ്ഞിങ്ങനെ ജയ് വിളിച്ച് രാഷ്ട്രീയക്കാർ നടക്കുന്ന പോലെ ഇങ്ങനെ നടക്കുന്നുള്ളതല്ലാതെ അതിന് അതെന്താണെന്നും അതിൻ്റെ ആന്തരിക തത്വങ്ങളെക്കുറിച്ചും വലിയ ധാരണ ഉണ്ടാവില്ല. ജ്ഞാനമാർഗത്തിലൂടെ പോകുന്നവർ ഭക്തിമാർഗത്തിലൂടെ പോകുന്നവരോട് വെച്ച്
ഭക്തിമാർഗത്തിലൂടെ പോകുന്നവർക്ക് മറ്റുള്ളവരെ കാണുമ്പം അവരെന്തോ ഉയർന്നതാണ്, നമ്മൾ ഒരു താഴ്ന്ന രീതിയിലുള്ള സാധനയാണോ ചെയ്യുന്നതെന്നൊക്കെയുള്ള ചിന്തകൾ. ഈശ്വരൻ സർവഭൂതാനാം ഹൃദയേശേ അർജുന തിഷ്ഠതി. സർവവ്യാപിയായ ഈശ്വരനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മളുടെ അഭിരുചിക്കനുസരിച്ച് നമ്മളുള്ളിലെ ഭേദാഭേദ തലങ്ങളുടെ റേഞ്ച് വ്യത്യാസമനുസരിച്ച് ഓരോരുത്തർക്കും യുക്തമായിട്ടുള്ള മാർഗങ്ങൾ ഋഷീശ്വരന്മാർ നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും ചെയ്യുന്നത്. അത് അവരുടെ സന്തോഷം, അവരുടെ ഇത്. അല്ല അവരൊരു പടി മുന്നിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അവർ മന്ദബുദ്ധികളാണ്. അവരുടെ ജീവിതം അവർ ആസ്വദിക്കുന്നെങ്കിൽ അവരെ സന്തോഷിക്കട്ടെ. നിങ്ങൾക്ക് സന്തോഷം കൊണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? അപ്പം എനിക്ക് പറയാം ഇത് ശരിയാണ്, പക്ഷേ ഇത് മാത്രമാണ് ശരിയെന്ന് തർക്കിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ജ്യോതിഷം ഇഷ്ടമല്ലാത്ത എത്രയോ പേരുണ്ട്. ഇഷ്ടമല്ലാത്തവർ കേൾക്കണ്ട. നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കും. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ അസ്വസ്ഥതയാണ് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ കേൾക്കുകയേ ചെയ്യരുത്. പക്ഷേ ഇത് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ആണ് ചെയ്യുന്നത്. അവർ കേൾക്കട്ടെ, അവർ പഠിക്കട്ടെ. അത് ചെയ്യരുതെന്ന് പറയാനുള്ള അവകാശം ആർക്കുമില്ല. ഇത് ഭാരതമാണ്, ഇത് ഋഷിമാരുടെ സംഭാവനയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്. അപ്പോൾ അമിതമായിട്ട് അവർ ചിലപ്പോൾ ഇതിനെ കളിയാക്കും, ഞങ്ങളുടെ സിദ്ധാന്തം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കുറ്റം പറയും. തർക്കങ്ങളുണ്ടോ? തർക്ക വിതർക്കങ്ങൾ എപ്പോഴും ഒരു വിഷയം മോശമായത് കൊണ്ടല്ല തോറ്റു പോകുന്നത്. അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, ഭൂമിയിലെ ഏത് സബ്ജക്റ്റുകൾ വെച്ച് ഒരാൾ പരസ്പരം തർക്കിച്ചാലും തോറ്റു പോകുന്ന ആൾ അത് അയാൾക്ക് ആ വിഷയത്തിലെ അറിവ് കുറഞ്ഞുകൊണ്ടാണ്. തൻ്റെ മുന്നിലിരിക്കുന്ന ആളിനെ കുറിച്ചും അയാളുടെ അറിവിൻ്റെ റേഞ്ചിനെ കുറിച്ചും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അത് ബുധന് ഒരു പ്രത്യേകതയുണ്ട്. ബുധൻ അത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ചുകൂടെ പറ്റും, പെട്ടെന്ന് മനസ്സിലാവണം. അപ്പോൾ അതുകൊണ്ട് അമിതമായിട്ടുള്ള സംശയ പ്രകൃതി ജീവിതത്തിലെ സ്വസ്ഥത കളയും എന്നുള്ളതാണ്. അമിതമായിട്ടുള്ള സംശയപ്രകൃതി പലപ്പോഴും ഇൻസെക്യൂരിറ്റീസിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ബുധൻ ഇൻസെക്യൂരിറ്റിയുടെ ആളാണ്. ബുധൻ മോശമായാൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. പുറമേ വലിയ രീതിയിൽ പെരുമാറും, വലിയ സന്തോഷവാനെ പോലെ അഭിനയിക്കും, ഉള്ളിൽ ഭയമായിരിക്കും. അത് വീട്ടിലാണെങ്കിൽ എല്ലാവരെയും ഒരു ലൂപ്പിനകത്തിടാൻ ഇതും. വേറെ പാപബന്ധമൊക്കെ ഈ ബുധൻ 9 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയുകയും വേണ്ട. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഓവർലി ഉള്ള ഈ സംശയപ്രകൃതി പലപ്പോഴും അവനവൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് കാരണം. അപ്പം അത് സാധന ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം. അതിന് ബുധൻ്റെ കാരകത്വമുള്ള വിഷ്ണു അവതാരങ്ങളെയോ അല്ലെങ്കിൽ ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങളുടെ നിത്യപാരായണവും ഒക്കെ നിങ്ങളെ മുന്നിലേക്ക് നയിക്കും എന്നുള്ളതാണ്. ഭക്തിയെക്കുറിച്ച് അനവധി ഗ്രന്ഥങ്ങളുണ്ട്. ഞാൻ പിന്നീട് ഒരിക്കലും അതിനെക്കുറിച്ച് പറയാം. പ്രശസ്തമായിട്ടുള്ളൊരു ഗ്രന്ഥമുണ്ട്. അപ്പോൾ അതിനകത്ത് വിഭിന്നങ്ങളായിട്ടുള്ള ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് പിന്നീടൊരിക്കൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം അമിതമായിട്ടുള്ള ഈ സംശയപ്രകൃതി മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനഃശാന്തി ഉണ്ടാവുകയും ചെയ്യും. അടുത്തത് പഠനത്തിലെ അസ്ഥിരത ആണ്. ബുധൻ ചഞ്ചലഗ്രഹമായതിനാൽ, ബുധൻ ചഞ്ചലഗ്രഹമാണ്. ആരുടെ കൂടിയില്ല. കാരണം ഇയാളുടെ ജനനം തന്നെ വേറൊരു അവസ്ഥയിലൂടെ ഉണ്ടായി, ഒരു ഗുരുത്വദോഷത്തിൽ നിന്നുമാണ് ബുധൻ്റെ ജനനം എന്ന് പറയുന്നത് തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു റിയാലിറ്റിയുടെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ശ്രമം, ഒരു കൺസ്യൂമേറ്റ് ലെയർ പോലെയാണ് പലപ്പോഴും ബുധൻ മോശമായാൽ പെരുമാറുന്നത്. ഒരു മുഖം മൂടി ഇവർക്കുണ്ടാകും. പലപ്പോഴും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള പല ആൾക്കാരിലും ഈ ബുധൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വളരെ വലുതായിട്ടുണ്ടാകും. അവരെ നമുക്ക് ശരിക്കും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും അവരുടെ ഒരു ഫിയർ ഉണ്ട്. അവർ ആ ഫിയറിനെ പുറത്ത് കാണിക്കാതിരിക്കും. ഇവർക്കൊരു പേടിയുണ്ട്, ഇവരുടെ ഒരു പ്രതിച്ഛായ ഭയമുണ്ട്. ആ പ്രതിച്ഛായ ഭയത്തെ ശരിക്കും മനസ്സിലാക്കി പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ ഒരു തരത്തിലുള്ള എമ്പതിയും ഇല്ല. ഇപ്പം ബുധന് എമ്പതി കുറവായിരിക്കും. കാരണം കുട്ടിക്കാലം മുതലേ ദേവസദസ്സിൽ ഇയാൾ അനുഭവിച്ച കുറേ ഒരു ഭീകരത കാരണം ഇയാൾ മറ്റുള്ളവരുടെ ഇടയിൽ നല്ലതായിട്ട് തമാശ പറയും, ഹാസ്യമാണ്, കമ്മ്യൂണിക്കേഷനൊക്കെ നല്ല ഇതാണ്. പക്ഷേ ബൃഹസ്പതിയെ പോലുള്ളവർ ചുറ്റുമുള്ള സമയത്ത്, ജ്ഞാനികൾ ഉള്ള സമയത്ത് ബുധൻ പുറമോട്ടങ്ങ് വലിയും. മനസ്സിലാവുന്നേ? വളരെ വലിയ ഇൻസെക്യൂരിറ്റിയാണ്, ഭയമുള്ള ആളാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബുധൻ്റെ ഒരു ചഞ്ചല ഗ്രഹമായതിനാൽ സെക്കൻഡ് ഓർഡർ നോളജിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ അതിനെ പഠിക്കാനും അറിയാനും ഞാൻ അറിവുള്ള ആളാണെന്ന് കാണിക്കാനുള്ളൊരു വെപ്രാളം ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഈ ബുധൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നവർക്ക് നന്നായിട്ട് എഴുതും, ഇത് അവരെന്തോ സംഭവമാണെന്ന് ഇവർ കാണിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരു വെപ്രാളം, ഒരു പേടിയും ഒരു ഭയവും എന്ന് നമ്മൾ അവരുടെ കോറിലേക്ക് അന്വേഷിച്ച് ചെന്ന് അവരുടെ അടുത്തേക്ക് കൂടുതലായിട്ട് അവരുടെ കോറിലേക്ക് നമ്മൾ അവരെ മനസ്സിലാക്കി വരുമ്പോൾ ഉള്ളിൽ സംഘർഷവും ടെൻഷനും പ്രഷറും ഒക്കെ അനുഭവിക്കുന്ന, ആങ്സൈറ്റി വല്ലാണ്ട് അനുഭവിക്കുന്ന, ഒരുപാട് ഭയം അനുഭവിക്കുന്ന ആളായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരേ സമയം ഒന്നിലധികം വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും ഒന്നിനും കൃത്യമായി ശ്രദ്ധ കൊടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ ചിലപ്പം തടസ്സങ്ങൾ വരാം. അതുപോലെ തന്നെ വാക്കുകളിലെ സൂക്ഷ്മത കുറവാണ്. അമിതമായ അറിവുണ്ടെന്ന അഹങ്കാരം കാരണം ഗുരുക്കന്മാരോടോ മുതിർന്നവരോടോ ഒക്കെ തർക്കിക്കാൻ മുതിരുന്നത് നിങ്ങൾക്ക് ദോഷം ചെയ്യുകയും നിങ്ങളുടെ വ്യക്തിത്വത്തിന് നാശമുണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഒരു സംഗ്രഹം പോലെ എനിക്ക് പറയാനുള്ളത് ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ 9ാം ഭാവത്തിൽ ബുധൻ ഒരു വ്യക്തിക്ക് ആത്മീയവും ലൗകികവുമായിട്ടുള്ള അറിവുകൾ ഒരേപോലെ നൽകുന്ന അനുഗ്രഹമാണ്, നന്നായി നിന്നാൽ. അപ്പോൾ ഈ ബുധന് സൂര്യയോഗം വരികയാണെങ്കിൽ ബുധാദിത്യ യോഗം രൂപപ്പെടുകയും നിപുണയോഗം രൂപപ്പെടുകയും അത് വ്യക്തിയെ വലിയ പണ്ഡിതനോ ജനസ്വാധീനമുള്ള ഗവേഷകനോ ആക്കി മാറ്റാനുള്ള സാധ്യത ഉണ്ട്. 9ാം ഭാവത്തിൽ അല്ലെങ്കിൽ പോലും എൻ്റെ ജാതകത്തിലൊരു ഭാവത്തിൽ ഈ ബുധരവി യോഗം ഉണ്ട് എന്നുള്ളത് ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കുറേയൊക്കെ അത് ആ ബുധൻ്റെ ഇൻഫ്ലുവൻസസ്, ബുധൻ്റെ നല്ല ക്വാളിറ്റീസ്, ആ ഒരു ഗവേഷണം, അതിൻ്റെ പ്രത്യേകിച്ച് ഈ താളിയോലകൾ, അതുപോലെ കൈയെഴുത്ത് കൃതികളൊക്കെ ആയിട്ടുള്ള പല ആൾക്കാർ എഴുതി വെച്ചിട്ടുള്ള കൈയെഴുത്തുകളിൽ നിന്നൊക്കെയുള്ള പല കാര്യങ്ങളും എന്നിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തന്ത്രത്തിൻ്റെ പല കാര്യങ്ങളും എന്നിലേക്ക് വന്ന് ആ ഒരു അന്വേഷണത്വര അതിലേക്ക് നമുക്ക് അന്വേഷിക്കാനൊക്കെയുള്ളൊരു ഭാഗ്യം, ആഗ്രഹം അനുഗ്രഹിച്ച് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവവും ഈ വിഷയത്തിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ 9-ലല്ല, പക്ഷേ 9ാം ഭാവത്തിൽ പലരുടെയും ജാതകത്തിൽ കണ്ടൊരു ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.